ഇവിടെ ഈ സംഭവിച്ച റോഡ് ഇപ്പം ഇത് പണി തുടങ്ങിയിട്ട് 6 വർഷമായി. ഒരു പാർട്ടിക്കാരനും വേണ്ട, ഒരു മെമ്പർക്കും വേണ്ട, MLA-ക്കും വേണ്ട, MP-ക്കും വേണ്ട, ഒരു പാർട്ടിക്കാർക്കും വേണ്ട. അതായത് കോൺഗ്രസ്സുകാർക്കും വേണ്ട, BJP-ക്കാർക്കും വേണ്ട, കമ്മ്യൂണിസ്റ്റുകാർക്കും വേണ്ട. ആർക്കും ഈ റോഡിനെ കുറിച്ച് ഒരു ചിന്തയുമില്ല. അതായത് ഈ നാടിനെ കുറിച്ച് ആർക്കും ചിന്ത. ഇവരെ സംയുക്തമാണ് ഇവരെല്ലാവരും. ഇതാണ് അവസ്ഥ. അത് ചോദിക്കാനും പറയാൻ ആരുമില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ തീർച്ചയായിട്ടും ഇതല്ല 6 വർഷമായി ഇതിന്റെ പണി തുടങ്ങിയിട്ട്. പൊടി ഭയങ്കര പൊടി ശല്യം എല്ലാം ഉണ്ട്. സമീപ പ്രദേശത്തെ അയൽവാസി തന്നെയാണ്. ഈ റോഡ് 6 മാസത്തിൽ കൂടുതലായി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് യാത്രക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുണ്ട്. 2 വീലറുകാർ നിരന്തരം വീണ് കയ്യും കാലും ആണ് പോകുന്നത്. കൊച്ചുകുട്ടികളെയും കൊണ്ടും മറ്റ് ഭയങ്കര ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെയാണ് യാത്രക്കാർക്കും. ബസ്സുകാർ നിരന്തരം പരാതിയാണ്. ഇത് എല്ലാ രീതിയിലും എല്ലാ ആൾക്കാരും കൂടി ഇടപെട്ട് നല്ല രീതിയിൽ ഈ റോഡ് പണി തീർത്ത് തരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കുറേ നാൾ കൊണ്ട് ഇത് ഉഴപ്പി കിടക്കുകയാണ്. ഇത് ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന അവസ്ഥയല്ല. ആൾക്കാർ ഭയങ്കര പൊടിയാണ്. സമീപത്തുള്ള വീടുകൾക്കൊക്കെ വയ്യാത്ത ആൾക്കാരും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് പൊടിശല്യം തന്നെ വലിയൊരു പ്രശ്നമാണ്. ഇത് നിരന്തരം ഈ റോഡിൽ അപകടങ്ങൾ തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് ഇത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഞങ്ങൾ ആൾക്കാർ ഒന്നടങ്കം സംഘടിച്ച് വേണ്ട നടപടി, ഇതിന് ശക്തമായ ഒരു നടപടി എടുക്കുമെന്ന് തന്നെയാണ് എനിക്ക് പറയാൻ. ഞങ്ങൾ നിരന്തരം ഓട്ടോയും കൊണ്ട് പോകുന്നത്. ഓട്ടോയൊക്കെ ദിവസവും വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി പൈസ കൊടുക്കാനേ ഉള്ളൂ. ഞങ്ങൾ 1 കിലോമീറ്റർ പോകുന്നതിന് 4 കിലോമീറ്റർ കറങ്ങിയാണ് സ്റ്റാൻഡിൽ ഓട്ടോയും കൊണ്ട് പോകുന്നത്. ഒരു വണ്ടി വിളിച്ചാൽ പോലും ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെയൊക്കെ ഓട്ടോയൊക്കെ ഡെയിലി പണിയാണ്. ഇതുവഴി പോകാൻ പോലും പറ്റത്തില്ല. നിരന്തരം ഭയങ്കര ആരാ ഇതിൻ്റെ ഉത്തരവാദി എന്ന് ആർക്കും അറിയത്തില്ല. ഇതിപ്പം മാർച്ചിന് മുമ്പ് ഈ പണി തീർക്കുമെന്നും പറഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് റോഡ് വലിപ്പിച്ചിട്ട് ആരാന്ന് വെച്ചാൽ അവർക്ക് ഉത്തരവാദിത്തമില്ല ഇത് ചെയ്യിപ്പിക്കാൻ. എന്തായാലും ഒരാളായിരിക്കുമല്ലോ ഇത് വലിച്ചിട്ടിരിക്കുന്നത്. ഉത്തരവാദപ്പെട്ട ആരാന്ന് വെച്ചാൽ അവർ എഞ്ചിനീയർ ഇല്ല, കോൺട്രാക്ടർ ഇല്ല, ഇതിനെ ചെയ്യിപ്പിച്ച ആളില്ല, യാതൊരു മനുഷ്യരില്ല, മെമ്പറില്ല, ഒരു മനുഷ്യരും ഇല്ല. ഇപ്പം ആർക്കും ഉത്തരവാദിത്തമില്ല. ഈ റോഡ് ആർക്കും വേണ്ടാത്ത രീതിയിൽ കിടക്കുക. ഇവിടുത്തെ ഭയങ്കര പടി. ഇവിടുത്തെ നാട്ടുകാർ ഒരു ആൾ അസുഖമായിട്ട് കിടന്നാൽ പോലും ഒരു വണ്ടി വിളിച്ചാൽ ആരും വരത്തില്ല. ഒരു പിള്ളേരെ സ്കൂളിൽ വിടാനും എന്തത്തിനും ലാഭത്തിനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ വരുന്ന പടിയല്ലേ, ഈ റോഡേ കൂടെ വരുന്ന പടിയുണ്ട്. ഇപ്പോൾ 50 രൂപയുടെ ഓട്ടം കിട്ടിയാൽ 500 രൂപയുടെ പണിയാകും. അതുകൊണ്ട് ആരും വരത്തില്ല. അതാണിപ്പോൾ ഈ റോഡിൻ്റെ അവസ്ഥ. ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആരാന്ന് വെച്ചാൽ അവർ ഇത് കറക്റ്റായിട്ട് ചെയ്യിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. കരാടുകാരോട് പറയുമ്പോൾ അവർക്കും അറിയത്തില്ല, ഞങ്ങൾക്കൊന്നും അറിയത്തില്ലെന്ന് അവർ പറയുന്നത്. ഞാനിത് ആദ്യ ദിവസം വലിച്ചിട്ടപ്പോൾ നിങ്ങളിത് വലിച്ചിട്ടിട്ട് ഇപ്പോൾ നിരന്തരമുള്ള പരിപാടിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളോട് വലിച്ചിടാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലാതെ ഒരു കാര്യവും ഞങ്ങൾക്ക് അറിയത്തില്ലെന്നാണ് പറഞ്ഞത്. ഇതിനപ്പുറം ഇതുപോലൊക്കെ നേരത്തെ വലിച്ചിട്ടിട്ട് പോയതിട്ട് 6 മാസത്തിൽ കൂടുതൽ ആ കയറ്റത്ത് അവിടെ കിടക്കും. ഞങ്ങൾ വണ്ടിയും കൊണ്ടൊക്കെ വരുമ്പോൾ വണ്ടിയൊന്നും കയറാൻ വയ്യാതെ കിലോമീറ്റർ കറങ്ങി അപ്പുറത്ത് വീട്ടിൽ വരുന്നത്. അതേലെ അവസ്ഥയായിരിക്കും. ഞങ്ങൾക്ക് ഈ ഒരു റോഡേ ഉള്ളൂ ജംഗ്ഷനിലോട്ട് ബന്ധപ്പെടാനുള്ള റോഡ്. പിന്നെ ഈ നല്ല റോഡേ വരണമെങ്കിൽ 6-7 കിലോമീറ്റർ കറങ്ങി വരണം. കഴിഞ്ഞ 6 മാസമായിട്ട് നമ്മുടെ ഈ റോഡിൻ്റെ ഈ ഗതിയിലാണ്. അവർ ഒരു 3 മാസം ഈ റോഡ് കുത്തിപ്പൊളിച്ചിട്ടിട്ട് പോയി. അതിനുശേഷം ആൾക്കാരുടെ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷമാണ് അവർ ഈ മിറ്റിൽ ചെയ്തിട്ട് പോയത്. മിറ്റിൽ ചെയ്തിട്ട് തന്നെ ഇപ്പോൾ ഒരു 4 മാസത്തോളമായി. ഈ മിറ്റിൽ ചെയ്തുകൊണ്ട് ഈ സ്കൂട്ടർ യാത്രക്കാർക്ക് പോകാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഈ പാറപ്പൊടി വാഹനങ്ങൾ പോകുമ്പോൾ അടിച്ച് വീടുകളിൽ കയറിയ ആസ്മ അതുപോലുള്ള അസുഖങ്ങളുള്ളവർക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ്. ഇവർ ചോദിക്കുമ്പോൾ ഇവർ പെട്ടെന്ന് ചെയ്യാമെന്നാണ് പറയുന്നത്. ഇതുവരെ ഇതിനൊരു നടപടി ഉണ്ടായിട്ടില്ല. അപ്പോൾ അടിയന്തരമായിട്ട് ഇതിനൊരു നടപടി ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ നാട്ടുകാർ ഒരു ആക്ഷൻ കൗൺസിലൊക്കെ രൂപീകരിച്ച് മറ്റ് കളക്ടറേറ്റിൽ പിക്കറ്റിങ് അതുപോലുള്ള ഭാഗങ്ങളിലേക്ക് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മെമ്പർ വരുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, മെമ്പർ കോൺട്രാക്ടറുമായിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെയായിട്ട് ഇതിനൊരു നടപടി ഉണ്ടാകുന്നില്ല. നമുക്ക് അടിയന്തരമായിട്ട് ഇതിനൊരു നടപടി ഉണ്ടാകണം. കാര്യം ഇതുവഴി ഒരു 7-8 സ്കൂൾ ബസ്സുകൾ പോകുന്നുണ്ട്. അതുപോലെ 3-4 KSRTC സർവീസുകളുണ്ട്. പിന്നെ വാഹനങ്ങളുണ്ട്, നമ്മളുടെ വാഹനങ്ങളുണ്ട്. നമുക്ക് ഒരു അടിയന്തര ഘട്ടത്തിൽ നമുക്കൊരു അസുഖങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോലും എത്താൻ പോകാത്ത ഒരു സാഹചര്യമാണിത്. സ്കൂട്ടർ യാത്രികർ ഒരുപാട് പേര് മറിഞ്ഞു വീഴുന്നുണ്ട്. അതുപോലെ സ്ത്രീകളൊക്കെ പേടിച്ച് ഇതുവഴി സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്നില്ല. അവരൊക്കെ വേറെ വഴികളിലൂടെയൊക്കെയാണ് പോകുന്നത്. ഈ റോഡ് പ്രധാനപ്പെട്ട റോഡാണ്. 2 ജില്ലകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡാണ്. അതിൽ ഈ പത്തനംതിട്ടയും കൊല്ലം ജില്ലയുമായിട്ട് ബന്ധിപ്പിക്കുന്ന റോഡ് പ്രധാനപ്പെട്ട റോഡാണ്. നിസ്സാരമായിട്ട് നിങ്ങൾക്ക് തോന്നിയാൽ തന്നെ
പ്രധാനപ്പെട്ട റോഡ്. ഒരുപാട് യാത്രക്കാർ സഞ്ചരിക്കുന്ന, അതുപോലെ ഒരു അനേക സ്കൂൾ വാഹനങ്ങളും ഒക്കെ പോയിക്കൊണ്ട് ഇപ്പോൾ ഇതെല്ലാം മുടങ്ങിക്കിടക്കുകയാണ്. ഈ റോഡിന്റെ ശോചനീയാവസ്ഥ. 6 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഈ റോഡിന് മൊത്തത്തിലുള്ള ദൂരം. അത് 4 കിലോമീറ്റർ റോഡിന്റെ പണി കഴിഞ്ഞിരിക്കുക. അതും വളരെ വൃത്തിയായിട്ടൊന്നും അല്ല, ഒരുവിധം തീർത്ത് വെച്ചിരിക്കുക. ബാക്കി 2 കിലോമീറ്റർ ഇത്രയും ശോചനീയാവസ്ഥയിൽ കിടക്കുന്നത്. ഇത് അനേക കാലമായിട്ട് നാട്ടുകാർ പല പ്രശ്നങ്ങളുള്ള പല രാഷ്ട്രീയക്കാർ നേതാക്കന്മാരെ കാണുന്നുണ്ട്. അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് നടക്കുന്നത്. നമ്മളിത് ആരോടെ ചെന്ന് പറയേണ്ടത്? എവിടെ ചെന്ന് പറഞ്ഞാൽ ഇതിനൊരു ഒരു മറുപടി ശരിയായ രീതിയിൽ കിട്ടിയിട്ടില്ല. ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സഹിക്കുമല്ലേ. ഇപ്പം പിന്നെ വാഹനങ്ങൾ വിളിച്ചാൽ ഇപ്പോൾ സാധാരണ ഇതൊക്കെ ഓട്ടോറിക്ഷ, ഇപ്പം അവരൊക്കെ അതിനും ചാർജ് കൂട്ടും. മിക്ക ആൾക്കാർ വരത്തില്ല. പിന്നെ ആൾക്കാരെ പരിചയത്തിന് പുറത്ത് വിളിച്ചുകൊണ്ട് വന്നാൽ അവർ 10 രൂപ 15 രൂപ കൂടുതൽ വഹിക്കുക. നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു രീതിയാണ്. ഞങ്ങൾ ഇവിടുന്ന് മെയിൻ റോഡിൽ പോകണമെങ്കിൽ ഞങ്ങൾക്ക് എത്ര രൂപ ചിലവ് ഇട്ടാന്നറിയാം. ഇവിടുത്തെ 3 കിലോമീറ്ററേ ഉള്ളൂ മെയിൻ റോഡ്, ഒരു ഹൈവേ ആയിട്ട് ബന്ധപ്പെടാനും. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, അത്ര ഗത്യന്തരമില്ലാത്തൊരു അപകടങ്ങളെ ഉള്ളൂ. സ്ത്രീകളൊക്കെ സ്കൂട്ടറിൽ പോയി മിക്കവാറൊക്കെ മറിഞ്ഞ് വീഴുന്നുണ്ട് പല ഭാഗങ്ങളിലുമായിട്ട്. ഈ മഴ പെയ്ത് മെറ്റൽ അങ്ങോട്ട് പല ഭാഗങ്ങളിലും കൂടി കിടക്കും. അതിന്റെ പുറത്തുള്ള പോകുന്നതിന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞ് വീഴുന്നുണ്ട്. പല അപകടങ്ങളും പറ്റിയിട്ടുണ്ട്. വളരെ പിടിച്ച് ആശുപത്രിയിലൊക്കെ ആൾക്കാർ കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ വളരെ ശോചനീയാവസ്ഥയിൽ കിടക്കുന്ന റോഡാണ്. ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് 2024 ഇറങ്ങി തുടങ്ങിയതാണ്. മാങ്കോട് സ്കൂളിൻ്റെ അവിടെ വന്ന് അതിരിങ്കൽ വരെയാണ്. അതിരിങ്കൽ ജംഗ്ഷൻ എത്തത്തില്ല, അതിനിപ്പുറത്ത് വെച്ചാൽ. പക്ഷേ അത് ഒരു 2 വർഷം മുമ്പ് ഇവിടെ 5 മുക്ക് കൊണ്ടുവന്ന് നിർത്തി വെച്ചിട്ട് അവർ പോയത്. ആ ചെയ്ത ഭാഗം പോലും ക്ലിയറായിട്ട് ചെയ്തിട്ടില്ല. 2 വർഷത്തിനുള്ളിൽ എല്ലായിടവും റോഡ് പൊളിഞ്ഞു തുടങ്ങി. സൈഡ് റോഡ് മണ്ണിട്ട് ഫില്ല് ചെയ്തിട്ടില്ല. നമ്മൾ എന്ത് ചോദിച്ചാലും അവർക്ക് ഫണ്ടില്ല, അവർക്ക് ഫണ്ട് അനുവദിച്ച് കിട്ടുന്നില്ല, ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇറക്കാൻ കാശില്ല, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഒഴിമാറാം. അവിടെ എലിക്കോട് പള്ളിയുടെ അവിടെ ഒരു ചപ്പാത്ത് കിടക്കുന്നുണ്ട്. സൈഡിൽ കുറേ സ്ലാബ് മാർത്തിട്ടുണ്ട്. അതുപോലും എടുത്തിട്ടൊന്നും ഫില്ല് ചെയ്തിട്ടില്ല. നമ്മളിത് ആരോട് പറയും? ഓരോ പാർട്ടിക്കാരോട് ചോദിക്കുമ്പോൾ പറയും കമ്മ്യൂണിസ്റ്റുകാർ പറയും കോൺഗ്രസ് MP തടഞ്ഞു വെച്ചിരിക്കുന്നു. കോൺഗ്രസ് MP പറയും കേന്ദ്രത്തിൽ നിന്ന് BJP ഫണ്ട് വന്നില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മളിത് എന്ത് ചെയ്യും? ഈ ദുരിതം നമ്മൾ അനുഭവിക്കുന്നു. സ്കൂട്ടറിലൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കണ്ടില്ലേ തെറിച്ച് പോകുന്നു. ഞങ്ങൾ പിന്നെ എന്തൊക്കെയോ 2 സൈഡിലൂടെ കാലൊക്കെ ഇട്ട് തുഴഞ്ഞൊക്കെ അങ്ങ് പോവുക. അല്ലാതെ നമുക്ക് കാലെടുത്ത് വെച്ച് പോയി കഴിഞ്ഞാൽ എപ്പം അറിയുമെന്നറിയില്ല. ഒരു കല്ലേ കയറിയേ പോയില്ലേ. അതാണ് ഞങ്ങളുടെ അവസ്ഥ. ഭയങ്കര പ്രശ്നങ്ങൾ, അലർജി, അതിൻ്റെ പ്രശ്നങ്ങൾ എല്ലാം നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട്. ഓരോരുത്തരോടും പറയുന്നു. ആരും ഒരു പ്രശ്ന പരിഹാരം ഇതുവരെ ആയിട്ടില്ല, കണ്ടിട്ട് പോലുമില്ല. അവർ കുറേ നമ്മൾ JCBയുടെ 2 പിള്ളേർ ഡ്രൈവർമാരോട് പറയും, അവർ ഞങ്ങളല്ലല്ലോ, ഞങ്ങളവരുടെ ജോലിക്കാരും മാത്രം ഞങ്ങളോട് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാന്ന് ചോദിക്കും. അത് സത്യമാണ്. അവരവരുടെ പണിക്കാരാണ്. നമ്മൾ പിന്നെ കാണുന്നവരോടല്ലേ പറയാൻ പറ്റൂ. കോൺട്രാക്ടറെ ഇതുവരെ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല. ഞങ്ങൾ ഈ കോൺട്രാക്ടറെ പലവട്ടം വിളിച്ച് ഒരുപാട് വട്ടം വിളിച്ച് ഇന്ന് വരും നാളെ വരും എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയോ വണ്ടിക്ക് വന്ന ഇപ്പോൾ ബൈക്കിൽ വന്ന കുഞ്ഞുങ്ങളെ കൊണ്ട് പറയുന്നേ. അതിന് വേണം ഓരോരുത്തർ ഓടി വന്ന് ആശുപത്രി വരെ കൊണ്ടുപോയിട്ടുണ്ട്. നിരന്തരം ഇവൻ ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് ഇതുപോലെ കളച്ചിട്ട് അത് നിരന്തരം അവരെ വിളിച്ച് അത് കഴിഞ്ഞിട്ട് ഇതുപോലെ കല്ല് ഇട്ട് ഇതുപോലെ പൊടി കൊണ്ട് നാട്ടുകാർക്ക് ഇവിടെ ഇരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ചേർന്നിരിക്കും. അത് എത്രയും പെട്ടെന്നൊരു നടപടി. അപ്പോൾ നാളെ കളക്ടറേറ്റിലൊക്കെ പോകണമെന്ന് പറഞ്ഞിങ്ങനെ ഒരു പരിപാടി എല്ലാം ആക്ഷൻ കൗൺസിൽ കൂടാനും കൊണ്ടുള്ള പരിപാടിയിൽ ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സടക്കിന്റെ എന്താ പറയുന്നത്, അവിടെ സടക്കിൽ അങ്ങ് വരെ ഉണ്ടായിരുന്നു. 1.5 കിലോമീറ്റർ ആയിരുന്നു. പകുതി വെച്ച് വെട്ടിക്കുറച്ച് വാളവടക്കാർ വെട്ടിക്കുറച്ചെന്നൊക്കെയാണ് പറയുന്നത്. അതെന്താ വെച്ചാൽ അത് കറക്റ്റായിട്ട് തിരക്കിയാലേ അറിയത്തുള്ളൂ. ഇപ്പം 1ാം ഘട്ടം 2ാം ഘട്ടം എന്ന് പറഞ്ഞ് ഇട്ടേക്കുക. ഇപ്പം ഈ ഇവിടുന്ന് ഇപ്പോൾ 1 കിലോമീറ്ററോളം ഞാൻ കാണും ഇപ്പോൾ ഈ കളച്ച് ഇങ്ങനെ ഇട്ടേക്കുന്നു. ഇലക്ഷൻ കഴിഞ്ഞ് ഇലക്ഷൻ്റെ തലേന്ന് വന്നിട്ട് ഇതുവരെ വന്നിട്ട് കളച്ച് മിറ്റിലിട്ട് തുടങ്ങി. ഓക്കെ. പ്രധാനമന്ത്രി സ്കീമിൽപ്പെട്ട റോഡാണ് ഇത്. അന്ന് വളരെ വൃത്തിയായിട്ട് പണിത റോഡായിരുന്നു ഇത്. എന്നാൽ അതിന് ശേഷം ഇപ്പോൾ ഒരു 10-15 വർഷക്കാലം കാണും. 15 വർഷക്കാലം കൊണ്ട് ഈ റോഡ് ഇടിഞ്ഞ് പൊളിഞ്ഞ് നശിച്ചു കിടക്കുകയായിരുന്നു. മറ്റ് വാഹനങ്ങൾക്ക് കാൽനടയാത്രക്കാർക്ക് പോകാനുള്ള ഒരു വളരെ ബുദ്ധിമുട്ടായ ഒരു റോഡാണ് ഇത്. ഇപ്പം ഇത് റോഡ് പുനരുദ്ധാരണത്തിന് ഈ റോഡ് പഴയ നിലവിൽ കിടക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് വണ്ടി ഓടിക്കുന്നവനെ നടന്നു പോകുന്നതിന് ബുദ്ധിമുട്ടില്ലായിരുന്നു. ഇപ്പം ഈ റോഡ് ആദ്യം ഒന്ന് ഇടിച്ച് പഴയ ടാറിങ്ങിൽ ഇടിച്ചിളക്കി ഏതാണ്ട് 1.5 മാസക്കാലം ഇവിടെ വെറുതെ ഇട്ടിരുന്നു. പിന്നെ അവരെ വിളിക്കുക, അവർ ഫോൺ എടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ എന്തായാലും അത് മീറ്റിംഗ് നടത്തി മാർച്ച് 30-നകം ഇത് പണി പൂർത്തീകരിക്കാൻ പറഞ്ഞ് അവർ നമ്മളോട് സംസാരിച്ചത്. പിന്നെ അത് മീറ്റിംഗ് നിർത്തി പോയി ആളിനെ കാണാനും ഇല്ല. ജനങ്ങൾ വളരെ ദുരിതത്തിലാണ്. തിരുവീലറാണ് പോകുന്നതിന് വളരെ ബുദ്ധിമുട്ടാണ്. 2 വീലറാണ് ഏറ്റവും പ്രയാസം. 4 വീലർ വണ്ടിയാർ എങ്ങനെയും പോകാം. പിന്നെ ഈ 2 വീലറും പിന്നെ ഈ ഓട്ടോ ഈ വീലറൊക്കെയാണ് പോകുന്നതിനായിട്ട് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു.